ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നോക്കിയയുടെ ഒരു ബഡ്ജറ്റ് ഫോണിനെ കുറിച്ചാണ്. നോക്കിയ ഇപ്പോൾ കുറേ ബഡ്ജറ്റ് ഫോണുകളായി ഈ ഒരു വർഷം തന്നെ ഇറക്കുന്നത്. ഇപ്പോൾ നോക്കിയ C21+ എന്ന ഈ ഒരു മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഇത് വരുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് 9999 രൂപയാണ്. അപ്പോൾ ഇത് ഏതൊക്കെ വേരിയന്റിലാണ് വരുന്നത്, എത്ര GB-യിലേക്കാണ് വരുന്നത് എന്നും അപ്പോൾ മറ്റേ ഏതൊക്കെ പ്രൈസിലാണ് ഇത് വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ നോക്കിയ C21+ എന്ന മോഡലിന്റെ ബോക്സ്. നോക്കിയയുടെ ഓൾമോസ്റ്റ് ഫോണിന്റെ ബോക്സും ഇതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണ് മുകളിലുള്ളത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ച് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടെ നോക്കാം. ഇപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത സമയത്ത് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഫോൺ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ചാർജിങ് കേബിള്, TPU കേസ്, ചാർജിങ് അഡാപ്റ്റർ, സിം എജക്റ്റിംഗ് ടൂള്, യൂസർ മാനുവൽ, ഒരു നോർമൽ ഇയർഫോൺ. അപ്പോൾ നോക്കിയ ഓൾമോസ്റ്റ് നമുക്ക് ഇതേപോലുള്ള ഇയർഫോൺ തരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇയർഫോൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫോൺ നോക്കാം, ബാക്കിയെല്ലാം മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ നോക്കിയ C21+ എന്ന മോഡല്. ഇതിന്റെ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ 855 mm ആണ്. അതുപോലെ തന്നെ 191 gram ആണ് ഇതിന്റെ ഒരു ഭാരം വരുന്നത്. അത്യാവശ്യം നല്ല സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫോണിന്റെ ഒരു ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ഫിംഗർ പ്രിന്റും പതിയാത്തൊരു ബോഡി തന്നെയാണ് ഇത്. ഇവിടെ ആയിട്ട് ഒരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിന്റെ ബ്രാൻഡിങ്ങും പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ബാക്ക് സൈഡിലാണ്. പിന്നെ രണ്ട് ക്യാമറയും ഒരു ഫ്ലാഷും ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.52 ഇഞ്ചിന്റെ HD+ IPS LCD 60 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിന് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. കൂടാതെ വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഫോൺ വരുന്നത്. നോക്കിയയുടെ ഓൾമോസ്റ്റ് ഇതുപോലുള്ള ബഡ്ജറ്റ് ഫോണുകളിൽ നമുക്ക് ഇതേപോലുള്ള ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കാറ്, വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂട്ടുള്ളത്. പിന്നെ 82.1% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്യാവശ്യം ബസ്സിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ഭാഗത്ത് കുറച്ചധികം തന്നെ ബസ്സിൽ വരുന്നുണ്ട്. പിന്നെ കമ്പനി പറയുന്നത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടെ ആണ് ഇത് എന്നാണ്. അതായത് താഴെ വീണാൽ ഫോൺ പൊട്ടും, പക്ഷെ സ്ക്രാച്ച് ആവില്ല എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം കറക്റ്റ് ആണോ അല്ലെന്ന് നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിൽ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു പ്രശ്നവും വരുന്നില്ല. സൈഡ് വ്യൂയിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്നത് 1080p-യിലാണ്. അതുപോലെ ഇതിന്റെ ഒരു ടച്ച് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് നമുക്ക് കിട്ടുന്നുള്ളൂ. വലിയൊരു സ്മൂത്ത്നെസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സ്മൂത്ത്നെസ് ഉണ്ട് എന്നൊക്കെ. പിന്നെ ഫോണിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഒക്കെ ഓപ്പൺ ആക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അവിടെ ഒരു ഡിലേ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഫോണിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 11 Go എഡിഷൻ ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു Go എഡിഷന്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റാം കുറഞ്ഞ ഫോണുകളിലൊക്കെ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാങ് ആവാനും ലാഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു Go എഡിഷൻ കൊടുത്തത്. അപ്പോൾ ഈ ഒരു Go എഡിഷൻ കൂടുതൽ കണ്ടുവരുന്നത് നോക്കിയയുടെ അങ്ങനെയുള്ള ഫോണുകളിലൊക്കെ തന്നെയാണ്. പിന്നെ 2 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേഷൻ ഇതിൽ പറയുന്നുണ്ട്. OS അപ്ഡേഷൻ കമ്പനി പറയുന്നില്ല. ഇത് 12-ലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊന്നും കമ്പനി ഇതിൽ പറയുന്നില്ല. ഇനി ഫോണിലെ യൂണിസോക്കിന്റെ SC9863A എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. ഇതൊരു ബേസിക് ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ഇതേപോലുള്ള ബഡ്ജറ്റ് ഫോണുകളിൽ നമുക്ക് ഇതേപോലെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സറാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഹൈ ക്വാളിറ്റി ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റില്ല. നോർമൽ രീതിയിലുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഗെയിമിങ്ങിനുള്ള ഫോണൊന്നല്ല, ഒരു സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ്. അപ്പൊ ഇതിന്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയ G11+ എന്ന മോഡലില്. അപ്പൊ അതിലും ഇതേ ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു മാറ്റം മാത്രം വരുത്തിയിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 വേരിയന്റിലാണ് ഇത് വരുന്നത്. 3GB RAM and 32GB ഇന്റർണൽ സ്റ്റോറേജ്. പിന്നെ നമ്മളെ കയ്യിലുള്ള 3GB and 64GB ഇന്റർണൽ സ്റ്റോറേജ്. പിന്നെ ഒരു വേരിയന്റിൽ കൂടെ ഇത് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു 4GB and 64GB. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3GB and 32GB പ്രൈസ് വരുന്നത് 9999 രൂപയാണ്. അതുപോലെ 3GB and 64GB 10,999 രൂപയാണ് വരുന്നത്. ഇതിന് UAE വരുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 3GB and 64GB 469 ദിർഹംസുമാണ്. ഈ ഒരു പ്രൈസ് ചിലപ്പം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിപ്പോ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രീ ആപ്പും കൊടുത്തിട്ടില്ല. ഒക്കെ നമുക്ക് വേണ്ട ആപ്പുകൾ മാത്രമേ ഇതിലുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്.
ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് എക്സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 256 GB വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യണ മാക്സിമം മെമ്മറിന്റെ കപ്പാസിറ്റി. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 2 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. 13 മെഗാ പിക്സൽ ഒരു മെയിൻ ക്യാമറയും 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറാണ് ഇത് ക്യാമറകളായിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ക്യാമറ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല, ഒരു നോർമൽ ക്വാളിറ്റി നമുക്ക് ഇതിന് കിട്ടുന്നുള്ളൂ. പെട്ടെന്ന് നമുക്കൊരു CV എടുത്ത് അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം, അത്ര ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇനി ഫോണിന്റെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 5 മെഗാ പിക്സൽ ഒരു ക്യാമറ ആണ് കിട്ടുന്നത്. ഇതിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പൊ ഈ ഒരു 5 മെഗാ പിക്സൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ചും നോക്കിയയുടെ ഇങ്ങനെയുള്ള ബഡ്ജറ്റ് ഫോണുകളിലൊക്കെ നമുക്ക് അത്ര ക്വാളിറ്റിയെ കിട്ടാറുള്ളൂ, വലിയൊരു ക്വാളിറ്റി ഒന്നും നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. ഇനി ഫോണിന്റെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5050 mAh ഒരു വലിയൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് ചാർജ് ചെയ്യാൻ വരുന്ന ചാർജർ ഏതാന്ന് വെച്ചാൽ 10 വാട്ടിൻ്റെതാണ്. 10 വാട്ടിൽ കൂടുതൽ വന്നിട്ടും കാര്യമില്ല, കാരണം ഇതിൽ വരുന്നത് മൈക്രോ ചാർജിംഗ് പോർട്ടാണ്, സ്പീഡ് ചാർജിങ് സപ്പോർട്ട് ആവില്ല. അപ്പൊ ഈ ഒരു ബാറ്ററി ഫുൾ ആവണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നത് തന്നെയാണ്. ഇനി ഫോണിൽ വരുന്ന സെക്യൂരിറ്റി ലോക്ക് നോക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ലോക്കും ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിയർ മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിന് വരുന്നത്. അപ്പൊ നമുക്ക് ഫിംഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ട് എന്നൊക്കെ. ഇപ്പൊ ഫിംഗർ അത്ര പെട്ടെന്നൊന്നും സെൻസ് ആവുന്നില്ല, കുറച്ച് ടൈം എടുത്തിട്ടാണ് ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. ഇപ്പം ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ഫേസ് അൺലോക്ക് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഫോണിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് വോളിയം വോക്കേഴ്സ് ആണുള്ളത്. പിന്നെ മുകളിലായിട്ട് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ വരുന്നത്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഒരു മെയിൻ മൈക്ക്, പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കർ വരുന്നത് ഇവിടാണ്. ഇനി നമുക്ക് ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര ഉണ്ട് സൗണ്ട് എന്നൊക്കെ. ഇപ്പൊ സൗണ്ട് കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ആവറേജ് സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ ലോ അല്ല, അധികം ലൗഡും അല്ലാത്ത രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 GHz മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതുപോലെ വരുന്ന ഫോണുകളിലൊക്കെ തന്നെ നമുക്ക് വൈഫൈയിൽ 5 GHz വരെ സപ്പോർട്ടാണ്, അതുപോലും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ വോൾട്ടേജ് സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ വെർഷൻ വരുന്നത് 5.1 ആണ്. പിന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. NFC ഇതിൽ സപ്പോർട്ട് അല്ല. ഇനി ഈ ഫോൺ വരുന്നത് 2 കളറിലാണ്, ഡാർക്ക് സിയാൻ അതുപോലെ തന്നെ വാം ഗ്രേ എന്ന കളറിലാണ് വരുന്നത്. അപ്പൊ ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇതൊരു സാധാരണക്കാർക്ക് നോക്കിയാനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സെക്കൻഡറി ഫോണായിട്ട് കൊണ്ടു നടക്കാനും, അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും, അല്ലെങ്കിൽ സ്കൂൾ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണിത്. അല്ലാതെ ഗെയിമിങ്ങിനുള്ള ഫോണോ ഫോട്ടോഗ്രാഫിക്കുള്ള ഫോണോ ഒന്നല്ല, അത്രയും സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണാണിത്. അത്രയും ഫീച്ചേഴ്സ് ഉള്ളതിൽ വരുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആകെ ഉള്ളത് ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പക്ഷെ ആ ഒരു ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ വലിയ കാര്യം ഉണ്ടെന്നില്ല, കാരണം ഇതിൽ വരുന്ന ചാർജർ നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫോൺ ഇറക്കിയത് എന്തിനാന്ന് അറിയില്ല, അതും ഇത്രയും പ്രൈസ് ഇട്ടിട്ട്. ഒരു 7000-7500 റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ഫോണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഈ ഒരു 10,000ന്റെ മുകളിലൊന്നും കൊടുക്കാൻ പറ്റിയൊരു ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മളെ നോക്കിയ C21+ എന്ന മോഡലിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ടെക് വീഡിയോസും കുറെ ഫിഷിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കൂടി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വല്ലതും കൂടെ ഒന്ന് ഓൺ ആക്കി വെക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ.